പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മെയ് മാസ വണക്കം 8-ാം തീയതി. കന്യകാമറിയം മാതാക്കൾക്ക് മാതൃക. മാതാക്കൾക്ക് മാതൃകയായ മറിയത്തിലേക്ക് ഇന്ന് നമുക്ക് തിരിയാം. ഇതാ നിന്റെ അമ്മ. ഈശോ കുരിശിൽ കിടന്ന് പ്രാണവേദന സഹിച്ച് ആത്മബലി അർപ്പിക്കുന്ന സമയത്ത് അരുളി ചെയ്ത 7 വാചകങ്ങളിൽ ഒന്നാണിത്. അതുവഴി തൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാനെ വിളിച്ച് തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ ഭരമേൽപ്പിക്കുകയായിരുന്നു ഈശോ ചെയ്തത്. ആ സമയം മുതൽ യോഹന്നാൻ മറിയത്തെ അമ്മയായി സ്വീകരിച്ച് സംരക്ഷിച്ചുവെന്ന പാരമ്പര്യം പറയുന്നു. ഉത്തമ മാതാക്കൾക്ക് ആവശ്യമായ എല്ലാ സവിശേഷതകളുടെയും നിറകുടമാണ് മറിയം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. മാലാഖയുടെ ഈ അഭിസംബോധന അതിന് തെളിവാണ്. ഭർത്താവായ യൗസേപ്പിൻ്റെ തെറ്റിദ്ധാരണ മൂലം മനം നൊന്തവളെങ്കിലും ഭർത്താവുമായി വാഗ്വാദം നടത്താതെ തൻ്റെ ആകുലതകൾ ദൈവസമക്ഷം സമർപ്പിച്ച സുശീലയായ ഗർഭവതിയാണ് മറിയം. ദൈവകുമാരൻ്റെ മാതാവായിരുന്നിട്ടും പ്രസവാനന്തര ശുദ്ധീകരണം ആവശ്യമില്ലാതിരുന്നിട്ടും പരമ്പരാഗത സഭാ നിയമം പാലിക്കാൻ സാധാരണക്കാരിയെപ്പോലെ ശിശുവുമായി ദേവാലയത്തിലെത്തിയ മാതാവാണ് മറിയം. ഒരു വാൾ നിന്റെ ഹൃദയത്തെ പിളർക്കും എന്ന ശിമയോന്റെ പ്രവചനം ഓർത്തിരുന്നു വിലപിച്ച് വിഷമിച്ചവളായ മറിയം കൗമാരത്തിലെത്തിയ മകനെ ജെറുസലേം ദേവാലയത്തിൽ കാണാതെ പോയപ്പോൾ അന്വേഷിച്ച് നടന്ന് മനം നൊന്ത് ദുഃഖിച്ച മാതാവാണ് മറിയം. 33-കാരനായ തിരുക്കുമാരൻ്റെ ക്രൂശിക്കപ്പെട്ട കുന്തത്താൽ പിളർക്കപ്പെട്ട മൃതശരീരം മടിയിൽ കിടത്തി വിലപിച്ച വ്യാകുല മാതാവാണ് മറിയം. എല്ലാ ജീവിത സാഹചര്യങ്ങളെയും ദൈവഹിതത്തിന് അനുസൃതമായി സ്വീകരിച്ച് തരണം ചെയ്ത കന്യകാമറിയം എക്കാലത്തും നമ്മുടെ മാതാക്കൾക്ക് ഉത്തമ മാതൃകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യവംശത്തെ രക്ഷിക്കുവാൻ വേണ്ടി ശിശുവായി പിറന്ന ഈശോ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അമലോത്ഭവയായ മറിയത്തെ മാതാവായി സ്വീകരിച്ച അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയമേ, മാതാക്കൾക്ക് ആവശ്യമായ എല്ലാ ഗുണങ്ങളുടെയും വിളനിലമേ, മാതാക്കളുടെ എല്ലാ വ്യാകുലതകളും ആകുലതകളും അനുഭവിച്ച അമ്മേ, ഞങ്ങൾക്കെല്ലാവർക്കും ആശ്രയവും ആലംബവുമായി വർത്തിക്കണമേ. മാതാക്കളുടെ മാതൃകയായ മറിയമേ, മാതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്കു വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സുകൃതജപം. ഏറ്റവും നിർമ്മലയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.